നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചില മറുപടികൾ മാസാണ്. ഇപ്പോഴിതാ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ. US വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ ഒരു അവകാശവാദത്തെ പൊളിച്ചെടുക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. അമേരിക്ക ഇസ്രായേലിൻ്റെ ശക്തമായ ഏക സഖ്യകക്ഷിയാണ് എന്ന് JD വാൻസിൻ്റെ പ്രസ്താവനയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പൊളിച്ചടുക്കിയത്. JD വാൻസിന് മറുപടിയായി നെതന്യാഹു പറഞ്ഞു, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരിൽ ശക്തമായി ഇന്ത്യയുമുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാൻ നയത്തെ പ്രതിരോധിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ ജൂണിൽ വാൻസ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു നെതന്യാഹു. വാൻസിനെ താൻ ബഹുമാനിക്കുന്നു, എന്നാൽ അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകളോട് ഒരു വിധത്തിലുമുള്ള യോജിപ്പില്ല. ഞങ്ങൾക്ക് ഇന്ത്യയെപ്പോലെ ശക്തമായ ചില സുഹൃത്തുക്കളുണ്ട്. 140 കോടി ജനങ്ങളുള്ള ആ രാജ്യത്ത് നിന്ന് ഞങ്ങൾക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ലഭിക്കുന്ന പിന്തുണ കണ്ട് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിലും പല സർക്കാരുകളുമായി സ്വകാര്യമായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യ തുടരുന്നു. ഇസ്രായേലിനോട് അനുഭാവമുള്ള ലോകത്തിലെ ഏക ഭരണാധികാരി ഡൊണാൾഡ് ട്രംപ് മാത്രമാണെന്നായിരുന്നു വാൻസിൻ്റെ പ്രസ്താവന. അമേരിക്കയെ പരസ്യമായി വിമർശിക്കുന്നതിനെതിരെ വാൻസ് നെതന്യാഹുവിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. താൻ ഇസ്രായേൽ മന്ത്രിസഭയിലായിരുന്നുവെങ്കിൽ ഏക സഖ്യകക്ഷിയായ US-നെ വിമർശിക്കില്ലായിരുന്നു. ഈ പ്രസ്താവനയ്ക്കൊക്കെ മുഖമടച്ച് നെതന്യാഹു മറുപടി കൊടുത്തു. ഇസ്രായേലും US-ഉം അവരുടെ നേതാക്കളുടെ കീഴിൽ അതുല്യമായ അടുപ്പം സൂക്ഷിക്കുന്നു. എന്നാൽ ജെറുസലേമിന് പിന്തുണ നൽകുന്ന ഒരേ ഒരു നേതാവായി ട്രംപിനെ വിശേഷിപ്പിച്ച വാൻസിന്റെ വാക്കുകളെ പൊളിച്ചെടുക്കുകയാണ് നെതന്യാഹു. വൈറ്റ് ഹൗസിൽ നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ സുഹൃത്ത് ട്രംപ് ആണെന്ന് നെതന്യാഹു ആവർത്തിക്കുന്നു. ഇന്ത്യയെപ്പോലെ മറ്റു പല രാജ്യങ്ങളുടെയും പിന്തുണ ഇസ്രായേലിനുണ്ട്. ഒരു രാജ്യത്തിൻ്റെയും പേര് പരാമർശിക്കാതെ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു. എന്നാൽ ഇന്ത്യയുടെ പേര് അദ്ദേഹം എടുത്തു പറഞ്ഞു. ലോകത്തിലെ പല രാജ്യങ്ങളിലെയും ജനങ്ങൾക്കിടയിൽ ഇസ്രായേൽ വിരുദ്ധവും ജൂതവിരുദ്ധവുമായ വീക്ഷണങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ആഗോള നേതാക്കൾ ഇസ്രായേലുമായി സഹകരണം തേടിയെത്തുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. പ്രതിരോധത്തിലും സാങ്കേതിക വിദ്യയിലുമൊക്കെ ഞങ്ങൾ മറ്റ് രാജ്യങ്ങളുമായി സഹകരിക്കുന്നു. പല രാജ്യങ്ങളിലെയും അവരുടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇസ്രായേൽ വിരുദ്ധവും സെമറ്റിക് വിരുദ്ധവുമായ കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പല ലോക നേതാക്കളും രഹസ്യമായി എന്നെ വിളിച്ചു പറയും, നോക്കൂ, എനിക്ക് പൊതുജനാഭിപ്രായവുമായി യോജിച്ചു പോകണം, പക്ഷേ നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നു. ഞങ്ങൾക്ക് ചില കരാറുകൾ ഉണ്ടാക്കാൻ കഴിയുമോ? നിങ്ങളുടെ സൈന്യം ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ പഠിപ്പിക്കുമോ? നിങ്ങളുടെ സൈബർ വൈദഗ്ധ്യം ഞങ്ങൾക്ക് നൽകുമോ? ഒട്ടുമിക്ക രാഷ്ട്രത്തലവന്മാരും തന്നെ വ്യക്തിപരമായി വിളിച്ച് ഇത്തരം കാര്യങ്ങൾ തിരക്കാറുണ്ട് എന്ന് നെതന്യാഹു പറഞ്ഞു. സൈബർ ഉപയോഗത്തിൽ ലോകത്തിലെ 2ാമത്തെ രാജ്യമാണ് ഇസ്രായേൽ. നമ്മുടെ സാങ്കേതിക വിദ്യ വളരെ മികച്ചതും. ലോകമെമ്പാടും ഇസ്രായേലിനിപ്പോൾ ധാരാളം സുഹൃത്തുക്കളുണ്ട് എന്ന് നെതന്യാഹു പറഞ്ഞു. ഇറാന്റെ കാര്യത്തിൽ താനും ട്രംപും ഒരേ ലക്ഷ്യങ്ങളാണ് മുന്നിൽ കാണുന്നത്. വാഷിംഗ്ടൺ ടെഹ്റാനുമായി ഒരു ആണവ കരാറിൽ ഇതുവരെ എത്തിയില്ല. എങ്കിലും എൻ്റെ രാജ്യത്തോട് ഞാൻ പറയുന്നു, താൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഇറാൻ ഒരിക്കലും ആണവായുധം ലഭിക്കാൻ താൻ അനുവദിക്കില്ല. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഇറാനുമായുള്ള യുദ്ധം അമേരിക്കയും ഇസ്രയേലും ചേർന്നായിരുന്നു ഇറാനെതിരെ യുദ്ധം തുടങ്ങിയത്. എന്നാൽ ഇതിനിടയിൽ ഇസ്രയേൽ അഭിപ്രായം മാറ്റിവെച്ച് അമേരിക്കയും ഇറാനും ഒപ്പുവെച്ച ഒരു ധാരണാപത്രം. ഈ ധാരണാപത്രത്തെ ചൊല്ലി അമേരിക്കയും ഇസ്രയേലും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു. ഇസ്രായേൽ ഈ കരാറിൽ ഒരു കക്ഷിയല്ല എന്ന് നെതന്യാഹു ലോകത്തോട് പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഞങ്ങൾ ഇതുവരെ പങ്കാളികളായിട്ടില്ല. കരാറിന്റെ നിബന്ധനകളിൽ ഇസ്രായേൽ കടുത്ത അതൃപ്തി തുടക്കത്തിൽ തന്നെ പ്രകടമാക്കി. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചു. ഇറാൻ അവരുടെ ആണവായുധ പദ്ധതി ഉപേക്ഷിക്കുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് നെതന്യാഹു ഫോക്സ് ന്യൂസിനോട് പറഞ്ഞത്. ആണവ സമ്പുഷ്ടമാക്കിയ വസ്തുക്കൾ നീക്കം ചെയ്യുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആണവ വസ്തുക്കളുടെ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന് ഞങ്ങൾ ശഠിക്കുന്നു. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ നടത്തിയ രൂക്ഷമായ ആക്രമണങ്ങൾക്ക് ശേഷം ശക്തമായ സമ്മർദ്ദത്തിലൂടെ ചർച്ചകളിലൂടെ ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുമായിരുന്നുവെന്നാണ് നെതന്യാഹു പറയുന്നത്. ഏത് കരാർ നിലവിൽ വന്നാലും ഒരു കാര്യം ഞാൻ രാജ്യത്തോട് വ്യക്തമാക്കുന്നു,
ഞാൻ പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഇറാൻ ഒരാണവ രാജ്യമാകില്ല. ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള ചർച്ചകൾ അവസാനിച്ചിട്ടില്ല എന്ന് നെതന്യാഹു പറയുന്നു. അവ പൂർത്തിയായതിനു ശേഷം തന്റെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാമെന്നും നെതന്യാഹു പ്രതികരിച്ചു. ഞാൻ സ്വതന്ത്രമായ നിലയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുള്ളപ്പോൾ ട്രംപ് ഞാനുമായി അവ പങ്കുവയ്ക്കും. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരു പൊതു ലക്ഷ്യമുണ്ട്. അതിനർത്ഥം ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷിയോ ഇല്ല എന്നല്ല. ഇറാനിലെ പോരാട്ടഘട്ടത്തിലും മറുവശത്ത് ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരായ യുദ്ധത്തിലും ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനവും പരിഹാസവുമാണ് ട്രംപ് നെതന്യാഹുവിന് നേർക്ക് ചൊരിഞ്ഞത്. ഇതോടെ താനും ട്രംപും തമ്മിൽ വലിയ ഭിന്നതയുണ്ട് എന്ന് ലോകമാധ്യമങ്ങൾ പറഞ്ഞു. ട്രംപ് നെതന്യാഹുവിനെ ഭ്രാന്തനെന്ന് വിളിച്ച് പരിഹസിച്ചിരുന്നു. നെതന്യാഹുവിന് ഒരു വിധിയുമില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇസ്രായേലിന് തങ്ങളുടെ മുതലാളി ആരെന്ന് വ്യക്തമായി അറിയാം. അവരുടെ ബോസ് ട്രംപാണ് എന്ന ഭാവത്തിൽ തന്നെയായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം. ഇത്തരം പ്രതികരണങ്ങളെ പൂർണ്ണമായി നെതന്യാഹു പൊളിച്ചെറിഞ്ഞു. ഫോക്സ് ന്യൂസിനോട് നെതന്യാഹു തൻ്റെ നിലപാട് വ്യക്തമാക്കി. ട്രംപ് അമേരിക്കയുടെ നേതാവാണ്. അദ്ദേഹം അമേരിക്കയ്ക്ക് നല്ലത് ചെയ്യുന്നു. ഏക ജൂതരാഷ്ട്രമായ ഇസ്രായേലിൻ്റെ നേതാവാണ് താൻ. ഇസ്രായേലിന് ഞാൻ നല്ലത് ചെയ്യുന്നു. ഏതൊരു കുടുംബത്തിലെയും പോലെ ഏതൊരു അടുത്ത സൗഹൃദത്തിലും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഞങ്ങളവ തുറന്ന് ചർച്ച ചെയ്യുമെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. സ്വതന്ത്രമായ മനോഭാവത്തോടെ സാധാരണയായി ഞങ്ങൾ അവ പരിഹരിക്കുക തന്നെ ചെയ്യും. ഈ വരുന്ന വെള്ളിയാഴ്ച ട്രംപും നെതന്യാഹുവും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേദിയൊരുങ്ങുന്നു. ഇസ്രായേൽ തങ്ങളുടെ സുഹൃത്തുക്കളെ എപ്പോഴും പരിപാലിക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ലെബനനിലെ ചില ക്രിസ്ത്യൻ ഗ്രാമങ്ങൾ അവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ഹിസ്ബുള്ള ഭ്രാന്തന്മാരിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികളോട് മതഭ്രാന്തന്മാർ ചെയ്യുന്ന അതേ ക്രൂരത ലെബനനിലെ ക്രിസ്ത്യൻ മേഖലയിൽ അവർ ചെയ്യുന്നു. ഇസ്രായേലിന് ലെബനനിൽ പ്രാദേശികമായ അഭിലാഷങ്ങളൊന്നുമില്ല. എന്നാൽ ഹിസ്ബുള്ള ഒരു ഭീഷണിയായി തുടരുന്നിടത്തോളം കാലം തെക്കൻ ലെബനനിൽ നമ്മൾ സ്ഥാപിച്ച സുരക്ഷാ മേഖലയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറില്ല. ലെബനൻ ഹിസ്ബുള്ളയിൽ നിന്ന് സ്വയം മോചിതരാകാൻ ആഗ്രഹിക്കുന്നു. ലെബനനിലെ ക്രിസ്ത്യാനികൾ മാത്രമല്ല ഞങ്ങളോട് സംരക്ഷണം ആവശ്യപ്പെട്ടത്. ദ്രൂസും മുസ്ലിങ്ങളും സുന്നി മുസ്ലിങ്ങളും നിരവധി ഷിയ മുസ്ലിമുകളും അവരൊക്കെ ലെബനനെ സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുന്നു. ഔപചാരികമായ ഒരു സമാധാന കരാറിൽ എത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഹിസ്ബുള്ളയുടെ നിരായുധീകരണത്തിന് തങ്ങൾ വഴിയൊരുക്കുമെന്ന് നെതന്യാഹു പറയുന്നു. അമേരിക്കയിൽ പ്രത്യേകിച്ച് യുവ റിപ്പബ്ലിക്കന്മാർക്കിടയിൽ ഇസ്രായേൽ പിന്തുണ കുറയുന്നു എന്ന വാർത്തകളോടും നെതന്യാഹു പ്രതികരിച്ചു. അത്തരം വിഷയങ്ങളിൽ താൻ അതീവ ആശങ്കാകുലനാണ് എന്ന് നെതന്യാഹു പറഞ്ഞു. പക്ഷെ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ തകർക്കില്ല. മുൻകാലങ്ങളിൽ എന്നതുപോലെ സോഷ്യൽ മീഡിയയിൽ ദുഷിച്ച സന്ദേശങ്ങളാണ് ഇത് യുവാക്കൾക്കിടയിൽ പരക്കുന്നത്. ഇത് ഇസ്രായേലിനോടുള്ള പിന്തുണ കുറയുന്നതിന് കാരണമാകുന്നു. ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ബോട്ട് ഫാമുകൾ നമ്മുടെ ശത്രുക്കളുടെ പക്കലുണ്ട്. അവർ യുവാക്കളെയും യുവ അമേരിക്കക്കാരെയും കേന്ദ്രീകരിക്കുന്നു. ഒരു വശത്ത് അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ ആവശ്യമുണ്ട് എന്ന് നെതന്യാഹു തന്നെ പറഞ്ഞു വയ്ക്കുന്നു. മറുവശത്ത് ഇസ്രായേൽ അമേരിക്കയെ തങ്ങളുടെ സഖ്യകക്ഷിയായി കാണുന്നു. അമേരിക്ക മാത്രമല്ല, ഇന്ത്യയെപ്പോലെ ഒട്ടനവധി രാജ്യങ്ങൾ തങ്ങളുടെ സുഹൃത്തുക്കളായുണ്ട്. അപ്പോൾ പിന്നെ തങ്ങൾ എന്തിനു ഭയക്കണമെന്നാണ് നെതന്യാഹുവിൻ്റെ ചോദ്യം. അതെ, ഇന്ത്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ ആക്രമിക്കുകയാണ് നെതന്യാഹു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.